ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വർഷത്തെ അവസാനത്തെ സങ്കടഹര ചതുർത്ഥിയാണ് നാളെ ഞായറാഴ്ച വരുന്നത്. അകുറാത്ത സംകഷ്ടഹര ചതുർത്ഥി എന്നാണ് ഈ ഒരു ചതുർത്ഥി അറിയപ്പെടുന്നത്. നമ്മുടെ എന്തൊരു പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും തടസ്സമേതുമില്ലാതെ സാധിച്ചെടുക്കാനും ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുവാനും മാസത്തിലൊരിക്കൽ വരുന്ന സങ്കടഹര ചതുർത്ഥി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഈ പ്രാവശ്യം ഞായറാഴ്ചയാണ് ചതുർത്ഥി വന്നിരിക്കുന്നത്. ഞായറാഴ്ച ചതുർത്ഥി വരുന്നത് വളരെയധികം ശ്രേഷ്ഠവുമാണ്. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് ഞായറാഴ്ച സന്ധ്യയ്ക്ക് 6:25 തിഥിയുടെ അവസാനം തിങ്കളാഴ്ച വൈകിട്ട് 4:15 കൂടിയിട്ടുമാണ്. പക്ഷേ നമ്മൾ വ്രതമെടുക്കേണ്ടതും ചതുർത്ഥി പൂജകളൊക്കെ ചെയ്യേണ്ടതും ഞായറാഴ്ചയാണ്. കാരണം ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥി ഉള്ളപ്പോഴാണ് നമ്മൾ സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നത്. ഞായറാഴ്ച 7:55 ചന്ദ്രോദയ സമയമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞായറാഴ്ച വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സങ്കടഹര ചതുർത്ഥി വ്രതമെടുത്ത് ഭഗവാന് കിഴികെട്ടിയും അതേപോലെ കൊഴുക്കട്ട സമർപ്പിച്ചും സങ്കടഹര സ്തോത്രം ജപിച്ചുമൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട്. തുടർച്ചയായി നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ്. പുതിയ വർഷം നമുക്ക് എല്ലാം നല്ല രീതിയിൽ നടക്കാനും 2025 ചിലപ്പം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നേടാൻ സാധിച്ചുവെന്ന് വരില്ല. ചിലർക്ക് വളരെയധികം നല്ലതായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ വിഷമങ്ങളായിരിക്കും. അപ്പോൾ പുതിയ വർഷം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാ രീതിയിലുമുള്ള സന്തോഷങ്ങളും സമാധാനങ്ങളും ഐശ്വര്യങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാനും തടസ്സങ്ങളില്ലാതാവാനുമൊക്കെ നിങ്ങൾക്ക് ഗണേശ ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു കിഴി കെട്ടി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞായറാഴ്ച രാവിലെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന് മുൻപിൽ ഒരു ദീപം, രാവിലെ ജസ്റ്റ് ഒരു ദീപം മാത്രം കൊളുത്തിയാൽ മതിയാവും. കൊളുത്തി വെച്ചിട്ട് നിങ്ങളൊരു കിഴി കെട്ടണം. ഒരു ചുമന്ന കളറിലെ ക്ലോത്ത് എടുക്കണം. അതിലൊരല്പം മഞ്ഞൾ കുങ്കുമം ഇട്ടിട്ട് 3 പിടി പച്ചരിയും കൂടി ഇട്ട് 1 രൂപയുടെ ഒരു നാണയവും ഒരു മഞ്ഞൾ കഷ്ണവും കൂടി ഭഗവാന് മുൻപിൽ വെച്ചിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞ് നിങ്ങളത് കിഴി കെട്ടുക. എന്നിട്ട് ഭഗവാനോട് പറയണം, തുടർച്ചയായി 12 ചതുർത്ഥികളിൽ, അതായത് അടുത്ത വർഷം വരെ 2026 ഡിസംബറിൽ വരെ തുടർച്ചയായിട്ട് ഞാൻ വ്രതമെടുത്തേക്കാം, എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം എന്നുള്ളത്. ചിലപ്പം ചില മാസങ്ങളിൽ നമുക്ക് പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മാസം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് 12 പൂർത്തിയാക്കിയാൽ മതിയാകും. പക്ഷേ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് ജോലിയാവട്ടെ, ഒരു വീടാവട്ടെ, സന്തോഷകരമായ ഒരു കുടുംബജീവിതമാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. രാവിലെ നിങ്ങൾ ഈ ഒരു കിഴി ഭഗവാന് മുൻപിൽ വെച്ചാൽ മതിയാവും. അതിനുശേഷം നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് നമുക്ക് 6:25 ശേഷം ഒരു 6:30 ഭഗവാനുള്ള പൂജകളൊക്കെ ചെയ്യാവുന്നതാണ്. ആ കിഴി അടുത്ത ഒരു വർഷത്തേക്ക്, അതായത് 12 സങ്കടഹര ചതുർത്ഥി വ്രതം തീരുന്ന അന്ന് വരെ ഭഗവാന് മുൻപിൽ തന്നെ പൂജാമുറിയിൽ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ വെച്ചാൽ മതിയാവും. ഇനിയിപ്പം 12ാമത്തെ ചതുർത്ഥിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പച്ചരിയും മഞ്ഞളും ഒക്കെ പുഴുക്കുത്തൊക്കെ ഏറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കാൽപ്പെടാത്ത ഇടത്തോ ഒഴുകുന്ന വെള്ളത്തിലോ കളഞ്ഞിട്ട് നിങ്ങൾ എത്രയാണോ പച്ചരി വെച്ചത് ആ 3 പിടി പച്ചരി കൊണ്ട് ഭഗവാനൊരു ശർക്കര പായസം ഉണ്ടാക്കി സമർപ്പിക്കണം. പിന്നെ അതിനകത്ത് വെച്ചിരുന്ന 1 രൂപ നാണയം നമ്മൾക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ്. ഇത് 12ാമത്തെ ചതുർത്ഥി, അതായത് അവസാനത്തെ ചതുർത്ഥി വരുമ്പം നമ്മൾ ചെയ്താൽ മതി. ഇനി 12 ചതുർത്ഥികൾ തുടർച്ചയായി ഞങ്ങൾക്ക് വ്രതമെടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവർ 5, 7, 9 നിങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള മാസത്തിൻ്റെ കണക്ക് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു കിഴി കെട്ടി വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഇതാണ് നമ്മൾ രാവിലെ ചെയ്യേണ്ടത്. ഇനി വൈകിട്ട് അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അടുത്തുള്ള ഗണേശ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നാളികേരം സമർപ്പിച്ച്, ഇപ്പോൾ നാളികേരം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉടയ്ക്കുകയും ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ ഭഗവാന് മുൻപിലായിട്ടൊരു നാളികേരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കറുകമാലയും എരിക്കിൻ്റെ പൂ കൊണ്ടുള്ള മാലയും എന്താണോ കിട്ടുന്നത് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. വൈകിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്
ഭഗവാന്റെ വിഗ്രഹമുള്ളവരാണെങ്കിൽ, അഭിഷേകം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ചെയ്യണം. ഫോട്ടോയാണെങ്കിൽ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് 21 കറുക കൊണ്ട് ഒരു ചെറിയ കെട്ടി അത് ഭഗവാന് സമർപ്പിക്കണം. അതേപോലെ തന്നെ ശംഖുപുഷ്പം, ചെമ്പരത്തിപ്പൂ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഭഗവാന് മാല കെട്ടിയോ അല്ലെങ്കിൽ പൂക്കളായിട്ടോ ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ വൈകിട്ട് ഭഗവാന് 3 ദീപങ്ങളാണിവിടെ കൊളുത്താൻ പോകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എരിക്കിൻ്റെ ഇല എടുക്കാം, ഇല്ലെങ്കിൽ 3 ആലില എടുക്കാം. ഇന്നിപ്പം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നമുക്ക് ആലിൽ നിന്നും ഇല പറിക്കാവുന്നത് കൊണ്ട് തന്നെ വീടിനടുത്ത് ആൽമരമുണ്ടെങ്കിൽ 3 ആലിൻ്റെ ഇല പറിച്ചു കൊണ്ടുവരിക. ഇല്ലെങ്കിൽ എരിക്കാണെങ്കിലും മതിയാവും. അത് പറിച്ചു കൊണ്ടുവന്ന് പൂജാമുറിയിൽ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ട് 3 മൺവിളക്കെടുക്കാം, ഇല്ലെങ്കിൽ 3 ബ്രാസിൻ്റെ വിളക്ക് എന്താണോ ഉള്ളത് അതെടുത്തിട്ട് ഒന്നിൽ നെയ്യ്, ഒന്നിൽ നല്ലെണ്ണ, ഒന്നിൽ വെളിച്ചെണ്ണ, ഇത് 3 ഒഴിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണയില്ല, വിളക്കെണ്ണയാണെന്ന് പറഞ്ഞാലും അതും മതിയാവും. അപ്പം നെയ്യ്, വെളിച്ചെണ്ണ, നല്ലെണ്ണ അല്ലെങ്കിൽ വിളക്കെണ്ണ, ഇത് 3 എണ്ണയും ഓരോ വിളക്കിലായിട്ട് ഒഴിച്ചിട്ട് ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ ആ ഒരു ദീപം ഭഗവാന് മുൻപിൽ കൊളുത്തി വെക്കുക. ഓരോ ദീപത്തിൻ്റെ അടുത്തും എന്തെങ്കിലും പൂവോ പൂവിൻ്റെ ഇതളുകളോ ഓം ഗം ഗണപതയെ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് സങ്കടനാശന ഗണപതി സ്തോത്രം, പ്രണമ്യ ശിരസാ ദേവം എന്നുള്ള സങ്കടനാശന ഗണപതി സ്തോത്രം ഓരോ തവണ ജപിക്കുക. അങ്ങനെ ടോട്ടൽ 3 പ്രാവശ്യം ജപിക്കണം. ഓരോ പ്രാവശ്യം ജപിച്ച് തീരുമ്പോഴും നമ്മൾ കൊളുത്തി വെച്ചിട്ടുള്ള ദീപത്തിൻ്റെ അടുത്തായി കറുകപ്പുല്ലുണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇനി കറുക കിട്ടാനില്ലാത്തവർ നിങ്ങൾക്ക് കിട്ടുന്ന പുഷ്പങ്ങൾ എന്താണോ അത് സമർപ്പിക്കണം. അതിനുശേഷം ഓം ഗം ഗണപതയെ നമഃ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം കൂടിയിട്ട് ജപിക്കണം. ജപിച്ച് തീർത്ത് ഭഗവാന് ധൂപദീപ ആരതി എടുക്കണം. ആരതി എടുത്തിട്ട് നിവേദ്യ സമർപ്പണം. നിവേദ്യം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ പ്രാവശ്യം സാധാരണ ഉണ്ടാക്കുന്നതിന് പകരം പിടിക്കൊഴുക്കട്ട ഉണ്ടാക്കി. പിടിക്കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ അരിപ്പൊടി നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ശർക്കര നന്നായിട്ട് പാനിയാക്കണം. പാനിയാക്കിയിട്ട് അതിലോട്ട് ഏലക്കാപ്പൊടിയും ജീരകവും തേങ്ങായും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനുള്ളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലോട്ട് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ശർക്കര പാനി, അപ്പോൾ എത്ര ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നോ അതിന് അനുസരിച്ചുള്ള ശർക്കര പാനി എടുത്തിട്ട് ആ ശർക്കര പാനി തിളയ്ക്കുമ്പം അതിലോട്ട് തേങ്ങായും ഏലക്കാപ്പൊടിയും ജീരകവും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഈ അരിപ്പൊടിയും കൂടി ഇട്ട് കുഴയ്ക്കുമ്പോൾ അത് നല്ല ഒരു പരുവാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കരുത്. ഉരുട്ടിയെടുക്കാതെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് നമ്മളത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണം. ഞാൻ ദാ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അത് നിങ്ങൾ അടുപ്പിൽ വെച്ച് ആവി കയറ്റിയെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ പിടിക്കൊഴുക്കട്ട ഇങ്ങനെ ഉണ്ടാക്കി ഉരുട്ടി എടുക്കുക. കൈ വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വിരലുകൾ 5 അല്ലെങ്കിൽ 4 വിരലുകൾ അതിൽ വരും. അങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം നിങ്ങൾ കിഴി കെട്ടി വെച്ചിട്ടുള്ളവരാണ്, ഞാൻ പറഞ്ഞ കിഴിയുണ്ടല്ലോ ആദ്യം, അത് കെട്ടി വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതേ ആഗ്രഹം ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ പിടിക്കൊഴുക്കട്ട ഉരുട്ടാൻ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ ഈ ഒരു പിടിക്കൊഴുക്കട്ട ഉണ്ടാക്കണം. 11, 21 ഈ എണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത്രയും എണ്ണം പിടിക്കൊഴുക്കട്ട ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കണം. ഇത് മാത്രം മതിയാകും. ഈ പിടിക്കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, താല്പര്യമില്ല അങ്ങനെയൊക്കെ പറയുന്നവരാണെങ്കിൽ അവൽ, മലര്, ശർക്കര അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്നത് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. ഈ ഒരൊറ്റ കാര്യം മതിയാവും. ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രസന്നനായി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, കൂമ്പാരമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം. അതായത് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് നിറച്ച് പരത്തി വെക്കാതെ ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്നായിട്ട്, നമ്മൾ ഈ ഗ്ലാസ് കൊണ്ടുള്ള കളിക്കുമല്ലോ, 5 ഗ്ലാസ് വെക്കുന്നു, അതിന് പുറത്ത് 4 ഗ്ലാസ് 3 ഗ്ലാസ് എന്ന് പറയുന്നത് പോലെ ഏറ്റവും അടിഭാഗത്ത് ഒരു 4 5 കൊഴുക്കട്ട, അതിന് പുറത്തൊരു 2 3 4 5 എണ്ണം, അതിന് പുറത്തൊരു 3 എണ്ണം, മുകളിൽ 2 1 അങ്ങനെ വെക്കുമല്ലോ നമ്മളൊരു മല പോലെ. അതുപോലെ വെച്ച്, അതായത് ഒരു കൂമ്പാരം പോലെ മല പോലെ ഭഗവാന് മുൻപിൽ സമർപ്പിക്കുമ്പം ഭഗവാൻ അത് വളരെയധികം ഇഷ്ടമാണ്. ഇത്രയും എൻ്റെ മുൻപിൽ ഉണ്ടല്ലോ, അപ്പോൾ ഇവൻ എന്ത് ചോദിച്ചാലും ഞാനിവനത് സാധിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ചിന്തയും ഭഗവാന് വരും. കാരണം ഭഗവാൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ്.
അപ്പോൾ നമ്മൾ എങ്ങനെ ഭഗവാന് മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നു അതുപോലെ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് സാധിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഭഗവാന് മുൻപിൽ സമർപ്പിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഭഗവാന് നാളെ സമർപ്പിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ് സങ്കടനാശന ഗണപതി സ്തോത്രം. ഈ ഒരു ചതുർത്ഥി ദിവസം ആരാണോ ചൊല്ലുന്നത് അവരുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ വളരെ പെട്ടെന്ന് സാധിച്ചു തരും. പിന്നെ ചിലർ പറയാറുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഒന്നും ഫലം കിട്ടുന്നില്ല എന്നുള്ളത്. എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു ഫലം ചിലപ്പോൾ പ്രതീക്ഷിക്കരുത്. ചില മനുഷ്യർക്ക് കുറച്ച് സമയം എടുത്തേക്കും. അത് നമ്മുടെ കർമ്മവിനകളും ദോഷങ്ങളും ഒക്കെ കൊണ്ടായിരിക്കും. തുടർന്ന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രയത്നത്തിൻ്റെ ഒടുവിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടും. വിശ്വാസമാണ് വേണ്ടത്. ശരിയാണ്, നമ്മൾ കുറേ പ്രയത്നിച്ചിട്ട് ഫലം കിട്ടാതെ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു മടുപ്പ് വരും, നിർത്താനൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. തീർച്ചയായും 2026 പുതിയ വർഷം നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാവും. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തരും. ഈ രീതിയിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.